എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മധുരക്കിഴങ്ങ് വെച്ചിട്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു വെറൈറ്റി 4 മണി പലഹാരമാണ് തയ്യാറാക്കുന്നത്. മധുരക്കിഴങ്ങിൻ്റെ ഗുണങ്ങളെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ചില കുട്ടികൾക്കൊക്കെ മധുരക്കിഴങ്ങ് കഴിക്കാൻ ഇഷ്ടമില്ലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇതേ രീതിയിലൊന്നും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ വയറ് നിറച്ച് കഴിച്ചോളും. ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടമാകും. അത്ര നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണിത്. ഉണ്ടാക്കാനും വളരെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. എങ്കിലും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സ്റ്റൗ കത്തിച്ചൊരു പാൻ സ്റ്റൈലോട്ട് വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഇപ്പം നല്ലതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടൊന്ന് വറക്കാം. റവ ഇട്ട് കൊടുത്തൊരു 3 മിനിറ്റോളം നമുക്കൊന്ന് വറുത്തെടുക്കാം. റവ നമ്മൾ വറക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പം നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങി. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതുണ്ടല്ലോ ഒരു ബൗളിലോട്ട് മാറ്റാം. റവ ഇരുന്ന് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ പലഹാരത്തിന് ആവശ്യമായിട്ടുള്ളൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. വീണ്ടും പാൻ വൃത്തിയാക്കി നമ്മൾ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കര പാനിയാണ്. 1/2 കപ്പ് ശർക്കര 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചൊന്ന് അരിച്ചെടുത്തതാണിത്. ഈ ശർക്കരപ്പാനി നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ശർക്കരപ്പാനി നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതാണ്. നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് അവലും കൂടെ ചേർത്ത് കൊടുക്കാം. ഏത് ടൈപ്പ് അവൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അവലും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് കൂടി ഒന്ന് ഇളക്കിയെടുക്കണം. ഇതിൽ ആ വെള്ളമയം ഒന്ന് വറ്റുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതിൽ ആ വെള്ളമയം എല്ലാം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. റവ ഇപ്പോൾ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന മധുരക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഇതേ രീതിയിലാണൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലതായിട്ട് കഴുകിയതിന് ശേഷം ഇതേ രീതിയിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. 2 കപ്പ് മധുരക്കിഴങ്ങാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഒരു സ്പൂൺ കൊണ്ട് നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് സ്വല്പം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. ഞാനിവിടെ 1/2 കപ്പ് പാലാണ് ചേർക്കുന്നത്. പാൽ 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ മാവ് ഒത്തിരി ലൂസാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ 1/2 കപ്പ് പാൽ കറക്റ്റാണ്. ഈ പാൽ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 5 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോഴത്തേക്ക് റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിരും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറക്കാം. ഒന്നുകൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് 2 ഭാഗമായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു വാഴയില വഴറ്റി വൃത്തത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ അകത്ത് കുറച്ച് എണ്ണയും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൻ്റെ പകുതി വെച്ച് കൊടുക്കാം. ഇത് വെച്ച് കൊടുത്തതിന് ശേഷം നല്ലതായിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കണേ. ഞാൻ ഇതേ രീതിയിൽ നല്ലതായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ, തേങ്ങയുടെയും അവലിൻ്റെയും കൂടെ, അത് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് നല്ലതായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിനുവേണ്ടി സ്റ്റൗ കത്തിച്ചൊരു ഇഡ്ഡലി പാത്രം വെച്ച് കൊടുത്ത് അതിലോട്ട് കുറച്ച് വെള്ളവും വെച്ച് തിളപ്പിച്ചു. ഒരു തട്ടും വെച്ച് കൊടുത്തു. ആവി വന്ന് കഴിയുമ്പോൾ മാവ് നിറച്ച ട്രേ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം.
ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഈർക്കിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിരിപ്പില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്ക് ഈ ട്രെയിൽ നിന്ന് ഇളക്കി മാറ്റാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റ് കമഴ്ത്തി വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോഴത് ഈസി ആയിട്ട് ഇളകി വരും. ഇതാ നോക്കിയേ, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പലഹാരമാണ്, അതുപോലെ നല്ല ഹെൽത്തിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാണുമ്പോൾ തന്നെ ഇതാ നോക്കി നമുക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം പെർഫെക്റ്റ് ആണെന്ന്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.